നമസ്കാരം, വെൽക്കം ടു ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ്. ഇന്ന് ഓഗസ്റ്റ് 3, 2024 ശനിയാഴ്ചത്തെ വാർത്തകളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത ഒന്നാം പേജിൽ വയനാട് കുറച്ച് ദിവസമായിട്ടുണ്ട്, അപ്പം അതും കൊടുത്തിട്ടുണ്ട്. സെന്റർ ഇഷ്യൂസ് 6th ഡ്രാഫ്റ്റ് ഓൺ വെസ്റ്റേൺ ഘട്ട് എക്കോസോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് പശ്ചിമഘട്ടത്തിലെ 6ാമത്തെ കരട് ഇറക്കി എന്നുള്ളതാണ്. കാർഗിൽ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് അതിന്റെ പല പ്രാവശ്യമായിട്ട് ഡ്രാഫ്റ്റ് ഇറക്കിയിരുന്നു. അപ്പോൾ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഏതാണെന്ന് കണ്ടെത്താനുള്ള ഈ ഡ്രാഫ്റ്റ് ആണ്. ഇത് ഏകദേശം 56,825 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആയിട്ട് അവിടെ പ്രൊഹിബിറ്റ് ആൻഡ് റെഗുലേറ്റ് എൻവറോൺമെന്റലി അസാർഡസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫ്രജൈൽ വെസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. 3 days after the massive landslide in Kerala Wayanad district, the center on Friday released the 6th draft notification proposing earmarking of 56,825 kilometer. 56,825 കിലോമീറ്റർ ആണ് ഇതിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് 6ാമത്തെ ഡ്രാഫ്റ്റിലുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട വാർത്ത. The draft for the first time has a provision enabling the final ESA notification to be taken up in a phased manner എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സർക്കാരുകളും ഈ സെൻസിറ്റീവ് ഏരിയ തള്ളിക്കളഞ്ഞിരുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് വീണ്ടും ഒരിക്കൽ കൂടി ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് വാർത്ത. ഒപ്പം തന്നെ വയനാട് ലാൻഡ്സ്ലൈഡ് ടോൾ മൗണ്ട്സ് ടു 344 എന്ന ഒരു വാർത്തയും കൂടെ കൊടുത്തിരിക്കുന്നു. വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 344 എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ഒന്നാം പേജിൽ തന്നെ മുണ്ടക്കയുടെ ഒക്കെ പേര് ഇന്ന് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേപ്പാടിയുടെ പേര് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേരിൽ ഹെഡിങ്ങിൽ തന്നെ കൊടുത്ത വാർത്ത വായിച്ചിരുന്നു. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത. ഇതിൽ ഗുജറാത്തില് എഫക്ട് ചെയ്യുന്ന സ്ഥലം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുജറാത്തിലും സർക്കാർ എക്കോ സെൻസിറ്റീവ് ഏരിയ, അതായത് ഗവൺമെന്റ് പ്രപ്പോസസ് ടു ടാക്സ് 449 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഗുജറാത്ത് ആസ് എക്കോ സെൻസിറ്റീവ് എന്നാണ്. പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് 449 സ്ക്വയർ കിലോമീറ്റർ പ്രഖ്യാപിക്കാൻ ഗുജറാത്ത് ഗവൺമെന്റ് ഇറങ്ങുന്നു എന്നാണ് മറ്റൊരു വാർത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ. പ്രപ്പോസൽ ടു ഡിക്ലെയർ 56 സ്ക്വയർ കിലോമീറ്റർ വെസ്റ്റേൺ ഘട്ട്സ് എക്കോ സെൻസിറ്റീവ് എന്ന് പറഞ്ഞ് ഗുജറാത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിന്റെ ഭാഗം എന്നാണ് ഈ വാർത്തയിൽ ഉള്ളത്. വെസ്റ്റേൺ ഘട്ട് തന്നെയാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് പരിസ്ഥിതി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്ത. ഇതിന്റെ 6ാം ഡ്രാഫ്റ്റ് പിന്നീട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇറങ്ങണം. ഡ്രാഫ്റ്റ് കഴിഞ്ഞ് എല്ലാ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ഈ ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് പലപ്പോഴും സംസ്ഥാനങ്ങൾ എതിർപ്പ് പറയാറുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ പരിസ്ഥിതി ലോല പ്രദേശം. നമ്മളിവിടെ വാർത്ത വായിക്കുന്ന ഷംസു CTS-നടക്കം എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ഘട്ടിൽ പറഞ്ഞ പരിസ്ഥിതി മേഖലയിലാണ്. അദ്ദേഹം ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന പല സ്ഥലങ്ങളും ഇതിൽ കേരളത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതിനിടയ്ക്ക് സൂചിപ്പിക്കണം. ഇതാണ് ഇന്ന് നമ്മുടെ വയനാട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത ടൈംസിൽ കൊടുത്തിരിക്കുന്നത്. സൂരത്ത് ഡയമണ്ട് ബോഴ്സ് ലൈക്ലി ടു സെ ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഗിഫ്റ്റ് സിറ്റിയിൽ മദ്യത്തിന് പ്രത്യേക നിയന്ത്രണങ്ങളോടെ ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ, ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഗാന്ധിനഗറിലുള്ള സ്ഥലമാണ്. ഗവൺമെന്റ് പെർമിറ്റ് ബൂസ് ഓൺ ലൈൻസ് ഓഫ് ഗിഫ്റ്റ് സിറ്റി. അതേപോലെ തന്നെ സൂരത്തിലുള്ള ഡയമണ്ട് ബോഴ്സ് എന്ന് പറയുന്ന BOURSE ബോഴ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്. ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിനാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഡയമണ്ടിന്റെ ഇതിന് വ്യാപാരം നടക്കുന്ന ഡയമണ്ട് കേന്ദ്രത്തിനാണ് ബോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സൂരത്തിലെ ഡയമണ്ട് ഉള്ള സ്ഥലത്തും മദ്യം ഇളവ് നൽകും എന്നും സൂരത്തിന്റെ SDB എന്ന് പറയുന്നത് ലോകോത്തരമായിട്ട് വേൾഡ്സ് ലാർജസ്റ്റ് ഓഫീസ് സ്പേസ് ആണ്. അപ്പൊ അവിടെയാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഡയമണ്ട് വ്യാപാരം മാത്രമല്ല, അതിനങ്ങനെ പേരിട്ടുന്നാണ്. ഇപ്പൊ ഗിഫ്റ്റ് സിറ്റി എന്ന് കൊടുത്ത പോലെ പേരിട്ട് അവിടെ ഡയമണ്ട് മാത്രമല്ല എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. മേ നോട്ട് ഹാവ് ടേക്കൺ ഓഫ് ആസ് ആൻ എക്സ്പെക്ടഡ്, ബട്ട് ദിസ് ഗ്ലിറ്റ്സി ബെഹമത്ത് built to make India a global diamond trading hub is likely to get a different high എന്ന് പറഞ്ഞിട്ടാണ്.
അപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പം മദ്യനിരോധനം പൂർണ്ണമായി നിലനിൽക്കുന്ന ഗുജറാത്തിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പം ഈ മദ്യത്തിന് താൽക്കാലിക പെർമിറ്റ് നൽകാനൊക്കെ ഉള്ള ചില സ്ഥലത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഗിഫ്റ്റ് സിറ്റിക്ക് അകത്ത് ഒരു മദ്യശാലയുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ ആണ് ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർക്കൻഡൈൽ ഡ്രീം സിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. DREM എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനാണ് ഡ്രീം എന്ന് പറയുന്നത്, ഡയമണ്ടിന്റെ. അതൊരു ഷോർട്ട് ഫോം ആണ് ഡ്രീം, DREM എന്ന് പറയുന്നത്. ഇതാണ് ഒരു വാർത്ത. അടുത്തത് ISRO പിക്സ് ശുക്ല ഫോർ US മിഷൻ ടു സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്തയും കൂടെ 1-ാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വിംഗ് കമാൻഡർ ആയിട്ടുള്ള ശുഭാൻഷു ശുക്ലയാണ് അമേരിക്കൻ മിഷനോടൊപ്പം US മിഷനിൽ സ്പേസിലേക്ക് പോകാൻ ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്നൊരു പ്രധാന വാർത്ത 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. WHO റിപ്പോർട്ട് കോളിംഗ് ഹാഫ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ അൺഫിറ്റ് ബേസ്ഡ് ഓൺ അസംഷൻ എന്ന് പറഞ്ഞ് JP നഡ്ഡ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ്. ലോകാരോഗ്യ സംഘടനയാണ് ഇന്ത്യയിലെ 50% ആൾക്കാരും അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകിയത്. ഇത് തെറ്റായ ധാരണയുടെ ഭാഗമായിട്ടുണ്ടായ റിപ്പോർട്ടാണെന്ന് നഡ്ഡ പറഞ്ഞ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. ED ഇൻസൈഡർ ടെൽ മീ റെയ്ഡ് ബീങ് പ്ലാൻഡ് വെയിറ്റിംഗ് വിത്ത് ഓപ്പൺ ആംസ് രാഹുൽ എന്ന് പറഞ്ഞു. EDയിലെ ചില ഉദ്യോഗസ്ഥന്മാർ തനിക്കെതിരെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള, റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ എല്ലാ തുറന്ന കൈകളോടുകൂടി കാത്തിരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാർത്ത, അത് 1-ാം പേജിൽ കൊടുത്ത് അതിന്റെ വിശദ വിവരങ്ങൾ പേജ് 10-ലും കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ചിത്രസഹിതമാണ് ഈ വാർത്ത 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷയിൽ കൃത്രിമം അതല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് കൃത്രിമം എന്നൊക്കെ സംശയിക്കുന്ന 12 പേരെ ജോലിക്ക് ഹാജരാക്കാതെ ആള് മാറിയിട്ട് പരീക്ഷ എഴുതി എന്നൊക്കെ സംശയിക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയിലെ കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശം വന്നതിന് ശേഷം 12 പേരെ ജോലിയിൽ പ്രവേശിപ്പിക്കാതെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും കൂടെ വന്നിരിക്കുന്നു. In the wake of Supreme Court's recommending stricter procedure for verifying candidate identity for examination, a recent case has come to light where an alert technical organization under central government averted a dozen positive impersonators from joining after they have been selected by a government recruitment agency. In some cases, major discrepancies were detected in the document. അവരുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളിലും കൃത്രിമം കണ്ടതായിട്ടാണ് ഈ 12 പേരെ ജോലിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും അവരെ പ്രവേശനം അനുമതി നിഷേധിച്ച് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് വാർത്ത. ഇനി ബാങ്ക് അക്കൗണ്ടുകളിൽ 4 പേരെ വരെ നോമിനികളാക്കാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സൂൺ അപ് ടു 4 നോമിനീസ് ഇൻ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നോമിനിയെ കൊടുക്കുമ്പോൾ സാധാരണ ഒരാളെയാണ് കൊടുക്കാറുള്ളത്. ഇനി അത് 4 പേര് വരെ ആകാം എന്നുള്ളത് സർക്കാരിന്റെ പരിഗണനയിൽ എന്നാണ്. യൂണിയൻ ക്യാബിനറ്റ് ഫ്രൈഡേ അപ്രൂവ്ഡ് സെവറൽ അമെൻമെന്റ്സ് ടു ബാങ്കിങ് ലോസ്. ബാങ്കിങ് നിയമങ്ങളിൽ ഈ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നുകൊണ്ട് 4 പേരെ ഒരു ഡെപ്പോസിറ്റിന് സാധ്യത ഉള്ളതാക്കിയിട്ട് മാറ്റാനുള്ള നിയമ ഭേദഗതി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ടൈംസിലുള്ളത്. ഇനി കുറച്ച് വാർത്തകൾ ഗുജറാത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ അണ്ടിപ്പരിപ്പിന്റെ വില പ്രമാദീതമായി വർദ്ധിച്ചു എന്നും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മധുര പലഹാരമായ കാജു കട്ട്ലി എന്ന് പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് ഇഷ്ടപ്പെടുകയും വാങ്ങിക്കഴിക്കുകയും ചെയ്യുന്ന ഒരു മധുര പലഹാരമായ കാജു കട്ട്ലിയുടെ വില ഈ ദീപാവലിക്ക് കൂടും എന്നാണ്, പൊള്ളും എന്നുള്ള നിലയ്ക്കാണ് കാജു കത്രിയുടെ ഫോട്ടോ സഹിതം ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. കാഷ്യൂ ലവേഴ്സ് ആൻഡ് സ്വീറ്റ് enthusiasts in Ahmedabad are feeling the pinch as the price of the cashew varieties have soared എന്നാണ് പറഞ്ഞത്. 300 തൊട്ട് 400 രൂപ വരെ ഉണ്ട് 1 കിലോഗ്രാം അണ്ടിപ്പരിപ്പിന്. ഈ അണ്ടിപ്പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന മധുര ആണ് കാജു കട്ട്ലി എന്ന് പറഞ്ഞ് കൊച്ചിൻ ബേക്കറിയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട സ്വീറ്റ് വിഭവം കൂടിയാണ്. ഗുജറാത്തിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊച്ചിൻ ബേക്കറിയുടെ ഞാൻ പറഞ്ഞതാണ്, അത് വാർത്തയിലില്ല, പക്ഷെ പല സ്ഥലത്തും എന്ന് പറഞ്ഞ് കാജു കത്രി പ്രിയപ്പെട്ട വിഭാഗമായി ഇന്ത്യയിലൊട്ടും ഉപയോഗിക്കുമ്പോൾ അതിന് വില കൂടും എന്നുള്ളതാണ് ഒരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. 17 ഗുജറാത്തി പിൽഗ്രിംസ് ഇൻ കേദാർനാഥ് റെസ്ക്യൂഡ് എന്ന് പറഞ്ഞിട്ട് മലയിടിച്ചില് 17 ഗുജറാത്തികളെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നു. മഴ
കാരണമാണ് ഇതുണ്ടാക്കിയത് എന്നുള്ളൊരു വാർത്തയും. ഗീർ സാച്ചുറേറ്റഡ് സൈസ് നത്വാനി കോൾസ് ഫോർ ന്യൂ ലയൺസ് സാങ്ച്വറീസ് എന്ന് പറഞ്ഞ് സിംഹങ്ങളെ കൊണ്ട് നിറഞ്ഞു, ഇനി ഗീറിൽ സ്ഥലമില്ല, പുതിയ സ്ഥലം സിംഹങ്ങൾക്കായി അന്വേഷിക്കേണ്ടി വരും എന്നുള്ളതാണ് രാജ്യസഭ MP കൂടിയായ നത്വാനി പറഞ്ഞിരിക്കുന്നത്. ഒരു ബിസിനസ് കൂടിയാരനാണ് നത്വാനി. രാജ്യസഭ MP says he has discussed ഗീർ ആൻഡ് ലയൺ കൺസർവേഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ മോഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിംഹത്തിന്റെ ചിത്രം ഉയർത്തി കാണിക്കുന്ന നത്വാനിയുടെ ചിത്രമാണ് വാർത്താ ചിത്രമടക്കം കൊടുത്തുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗീർ വനത്തിൽ ഇനി സിംഹത്തിന് ഇടമില്ല എന്നാണ്. അതിൽ അത്രയും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇനി പുതിയ സിംഹത്തിന്റെ സുരക്ഷിത താവളം ഒരുക്കണം മറ്റൊരു സ്ഥലത്തേക്ക് എന്നുള്ളതാണ് വാർത്ത. ഗീർ കാണാൻ വേണ്ടി മാത്രം ഗുജറാത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്താറുണ്ട് എന്ന് ശരിക്കാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. രാജ്യസഭ MP പരിമൾ നട്വാനി on Friday said he has drawn the attention of Prime Minister Narendra Modi to various issues related to Asiatic lions in Gujarat and the need for more facilities and infrastructure for tourists visiting Gir forest. I met the PM and discussed about Gir lion conservation. There are now 4 cubs, a male lion and 2 lioness in Badra Wildlife Sanctuary in Porbandar district, developed recently by State Forest Department. A second home for lion എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ ഒരു സ്ഥലം ഗീറിനെ പോലുള്ളത് പോർബന്ദറിലെ ബർദ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അവിടെ സിംഹ കുട്ടികൾ വളർന്നു വരുന്ന കാര്യം ഇതിൽ പറയുന്നു. 2020 കണക്ക് പ്രകാരം ഗുജറാത്തിൽ ഉണ്ടായിരുന്നത് 674 ഏഷ്യാറ്റിക് ലയൺ എന്ന് പറഞ്ഞു. ഏഷ്യാറ്റിക് ലയൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പടക്ക കമ്പനികളുടെ ഒക്കെ ചിത്രത്തിൽ കാണുന്ന ആ ഒരു സിംഹമാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഇപ്പോൾ അത് 900-ന് മുകളിലായിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഹാസ് റീച്ച്ഡ് ഇറ്റ് ത്രെഷോൾഡ് ബിക്കോസ് ഇറ്റ് ക്യാൻ ഓൺലി അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 60 to 65 lion irrespective of census. I believe there are nearly 900 lions in Gujarat എന്ന് പറഞ്ഞു. ഗുജറാത്തിൽ മൊത്തം 900 സിംഹങ്ങളുണ്ട്. ഗീറിൽ ഒരു 60-65 സിംഹങ്ങൾക്കുള്ള ഇടമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ സിംഹങ്ങളെ കുറിച്ച് ഈ 900 സിംഹങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിൽ. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പറഞ്ഞിരിക്കുന്നത്. റായ് യൂണിവേഴ്സിറ്റി ക്യാൻസൽ BA LLD അഡ്മിഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൂടി തൽക്കാലം ഈ അഡ്മിഷൻ എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്യുന്ന ഒരു വാർത്ത വരുന്നു എന്നുള്ളതാണ് വാർത്ത. നേരത്തെ ഞാൻ പറഞ്ഞ വാർത്ത വളരെ വിശദമായിട്ട് കാജു റോൾ എന്ന് പറയുന്നത്, ഒന്ന് റോൾ രൂപത്തിലും മറ്റൊന്ന് ചെറിയ ഡയമണ്ട് കട്ട് പോലെയാണ് ഈ മധുരപലഹാരം. അപ്പൊ അതിന്റെ 3 കോളം വാർത്തയാണ് അത് കൊടുത്തിരിക്കുന്നത്. നിഫ്റ്റി സ്ലിപ്സ് ഫ്രം 25K ഹൈ എന്ന് പറഞ്ഞ് 25,000 കടന്നതിന് ശേഷം നിഫ്റ്റി വീണ്ടും താഴോട്ട് എന്നൊരു വാർത്ത. ഇതോടുകൂടി 4.46 ലക്ഷം കോടി നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോകുമ്പോൾ കമലാ ഹാരിസ് പിടിമുറക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. കേരളത്തിന്റെ ഒരു വാർത്തയും ഉൾപേജിൽ വിശദമായി കൊടുത്തിരിക്കുന്നത് 49 കുട്ടികളെ ഇനിയും കാണാനില്ല എന്ന് മിനിസ്റ്റർ പറഞ്ഞ വാർത്ത, ശിവൻകുട്ടി പറഞ്ഞ വാർത്ത ഇന്ന് ഇതിനകത്ത് വാർത്തയിൽ കൊടുത്തിരിക്കുന്നു ടൈംസിൽ. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുമ്പോൾ നമുക്കിനി പോകേണ്ടത് ചന്ദ്രിക ദിനപത്രമാണ്. ഓവർ ടു സൈറാജി.